Okay, we were already discussed the DC power supply. Okay, block diagram of DC power supply. Okay, block diagram of regulated DC power supply. Okay, we already discussed the different blocks we already discussed. Next time each blocks separate. Okay, first block is it's a transformer. Here we are using step down transformer. So here we are using step down transformer. And what is the purpose of transformer? First of all, in order to make the high voltage AC to a lower value. Okay, step down the input AC voltage to a lower value, and it also provides isolation for other components. Okay, that is another purpose of transformer. Okay, and this is a diagram of a simple practical transformer. നമുക്ക് ലാബിലൊക്കെ ഈ ടൈപ്പിലെ ട്രാൻസ്ഫോമർ ആണ് അവൈലബിൾ. ഓക്കെ, അത് 230 to 6 വോൾട്ടും ഉണ്ട്, 230 to 12 വോൾട്ടും ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ചെറിയ ട്രാൻസ്ഫോമർ നമുക്ക് അവൈലബിൾ ആണ്. ദെൻ ഇതാണ് ഒരു ട്രാൻസ്ഫോമറുടെ ഒരു സിമ്പിൾ ഇക്വലന്റ് സർക്യൂട്ട്. ഓക്കെ, അതിനൊരു ഇൻപുട്ട് സൈഡ് ഉണ്ടാവും, ദാറ്റ് ഈസ് പ്രൈമറി സൈഡ്, ആൻഡ് ഔട്ട്പുട്ട് സൈഡ് ഇസ് സെക്കൻഡറി സൈഡ്. ഓക്കെ, പ്രൈമറി സൈഡും സെക്കൻഡറി സൈഡും ഉണ്ടാവും. പ്രൈമറി സൈഡിലെ നമ്പർ ഓഫ് കോയിൽസും സെക്കൻഡറി സൈഡിലെ നമ്പർ ഓഫ് കോയിൽസും ഡിഫറെന്റ് ആയിരിക്കും. അതാണ് NPNS റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നോർമലി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് ആണെങ്കിൽ പ്രൈമറി സൈഡിലെ നമ്പർ ഓഫ് ടേൺസ് കുറവും സെക്കൻഡറി സൈഡിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും. സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ നേരെ വൈസ് വേഴ്സ, പ്രൈമറി സൈഡിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലും സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും. ഓക്കെ, സോ ആ ടേൺസ് റേഷ്യോ വെച്ചിട്ട് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജിൽ വേരിയേഷൻസ് വരും. ഓക്കെ, ദിസ് ഇസ് ട്രാൻസ്ഫോമർ. ആൻഡ് സെക്കൻഡ് ബ്ലോക്ക് എന്തായിരുന്നു? Second block is a rectifier. Okay, rectifier. So rectifier is a device used to change AC to pulsating DC. Okay, അത് ശ്രദ്ധിക്കണം, പ്യൂർ സ്മൂത്ത് DC അല്ല, pulsating DC. Okay, so ഇവിടെ കാണിച്ചിരിക്കുന്നത് it is a circuit diagram of an full bridge rectifier. Okay, rectifiers are mainly classified into half bridge rectifier and full bridge rectifier. അത് നമുക്ക് റെക്ടിഫയർ സെക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പഠിക്കാം. സോ അതിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് ഫുൾ ബ്രിഡ്ജ് റെക്ടിഫയർ. ഓക്കെ, ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ, അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂസ് ടു ചേഞ്ച് AC ടു എ പൾസേറ്റിംഗ് DC. ഓക്കെ, ആൻഡ് ദ തേർഡ് ബ്ലോക്ക് ഈസ് ഫിൽട്ടർ. Okay, filter is the third block. എന്തിനാണത്? Includes capacitors and inductors used for removing most of the ripples from the pulsating DC. Okay, so ഇതാണ് rectified output. Okay, ഇതുപോലുള്ളതാണ് rectified output. Unidirection ആണ്, but it has ripples. അല്ലേ? 0 positive maximum, then again 0 positive maximum, then again 0. ആ ഒരു രീതിയിലാണ് ആ DC വോൾട്ടേജ് വാരി ചെയ്യുന്നത്. Okay, constant smooth DC അല്ല, it's a pulsating DC ആണ്. Okay, so this output of the rectifier is given to a shunt capacitor filter. Okay, ഞാൻ പറഞ്ഞു നമ്മൾ ഈ സിലബസിൽ ഡിസ്കസ് ചെയ്യുന്നത് കപ്പാസിറ്റർ ഫിൽട്ടർ ആണ്. Okay, കപ്പാസിറ്റർ ഫിൽട്ടർ മീൻസ് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഔട്ട്പുട്ടിന്റെ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ നമ്മളൊരു കപ്പാസിറ്റർ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, പാരലൽ ആയിട്ട് കണക്ട് ചെയ്യും. അപ്പൊ ആ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് വാല്യൂടെ വേരിയേഷൻ അനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ടിൽ ഫിൽട്ടർ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, സോ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് നേരെ ലോഡ് കൊടുക്കുന്നതിന് പകരം അതിന് പാരലൽ ആയിട്ടൊരു കപ്പാസിറ്റർ വെക്കും. ഇനി കപ്പാസിറ്ററിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഒരു റിപ്പിൾ ഫ്രീ DC ആയിരിക്കും. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, ആ DC സംവാട്ട് സ്മൂത്തർ ആയി അല്ലേ? നമ്മൾ ആ സീറോയിലേക്ക് ടച്ച് ചെയ്യുന്നില്ല, സംവാട്ട് സ്മൂത്തർ ആയി, എന്നാലും ചെറിയ റിപ്പിൾ കണ്ടന്റ് ഉണ്ട്. ഓക്കെ, എന്നാലും ഈ റെക്ടിഫൈഡ് ഔട്ട്പുട്ടിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതെന്താണ്? സ്മൂത്ത് DC ആണ്. Okay, that is the use of filter. Okay, then finally voltage regulator. Okay, voltage regulator. It maintains a constant output DC voltage irrespective of the variation in load current at the output. Okay, അപ്പോൾ ഔട്ട്പുട്ടിൽ എന്ത് വേരിയേഷൻ ഉണ്ടെങ്കിലും, ഇപ്പോൾ ഔട്ട്പുട്ടിലെ ലോഡ് കറണ്ട് ചിലപ്പം നമ്മുടെ ലോഡ് അനുസരിച്ച് കൂടും കുറയൊക്കെ ചെയ്യാം. ഓക്കെ, അതുപോലെ ഇൻപുട്ടിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാം, ഇൻപുട്ട് നമ്മുടെ സപ്ലൈയിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാം. ബട്ട് ഈ വേരിയേഷൻസ് ഒന്നും നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ, ഈ പവർ സപ്ലൈയുടെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജിനെ എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇൻപുട്ടിൽ എന്ത് വേരിയേഷൻസ് വന്നാലും അതുപോലെ ഔട്ട്പുട്ടിലെ ലോഡിൽ എന്ത് വേരിയേഷൻസ് വന്നാലും നമുക്ക് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും ഈ പവർ സപ്ലൈ എപ്പോഴും തരാം. എനിക്ക് അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും, ഒരു കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും.
അപ്പോൾ അതിനാണ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് റെഗുലേറ്റർ നമുക്ക് ഈ സിലബസിൽ പഠിക്കാനുള്ളത് സെനർ വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ വരുന്നത് എന്താണ്, ഈ സെക്ഷനിൽ വരുന്നത് ഫിൽട്ടർ ഔട്ട്പുട്ട് ആണ്. ഓക്കെ, ഫിൽട്ടർ ഔട്ട്പുട്ട് ആണ് ഇവിടെ എത്തുന്നത്. ദെൻ ദിസ് ഇസ് കണക്റ്റഡ് ടു എ സെനർ വോൾട്ടേജ് റെഗുലേറ്റർ. ഓക്കെ, ഇവിടെ നമ്മളൊരു സെനർ ഡയോഡ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതെന്താണ്, ഒരു സെനർ ഡയോഡ് ആണ്. ഓക്കെ, സെനർ ഡയോഡിന്റെ പെക്യുലാരിറ്റി എന്താണ്? Anybody can answer. What is the features of Zener diode? Zener diode അതിന്റെ ഔട്ട്പുട്ടിൽ എപ്പോഴും ഒരു ഫിക്സഡ് വോൾട്ടേജ് അത് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ കട്ടിൻ വോൾട്ടേജ് ഒക്കെയാണ് നമ്മൾ ചെയ്യും. ജനറേറ്റ് എന്താണ്, അത് കട്ടിൻ വോൾട്ടേജ് എത്രയാണ്, ഇപ്പൊ നമ്മളൊരു 5 വോൾട്ട് കട്ടിൻ വോൾട്ട് ഉള്ള ജെനർ ഡയോഡ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് ഇതുപോലെ ജെനർ ഡയോഡിലേക്ക് വെക്കുകയാണ്. ഓക്കെ, ജെനർ ഡയോഡ് എപ്പോഴും നമ്മൾ ഇതുപോലെ റിവേഴ്സ് ബയസ്ഡ് ആയിട്ടാണ് വെക്കുക. നമ്മൾ ഇതിന്റെ ഓപ്പറേഷൻ, നമുക്ക് ഇതിന്റെ യൂസ്ഫുൾ ഏരിയ എപ്പോഴും എവിടെയാണ് കിട്ടുക, റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിലാണ്. ഓക്കെ, അപ്പൊ ഇത് റിവേഴ്സ് ബയസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ടിൽ ഇതിന്റെ കട്ടിൻ വോൾട്ടേജ് എത്രയാണോ ദാറ്റ് വാല്യൂ ഓഫ് വോൾട്ടേജ് ഫിക്സഡ് ആയിട്ട് വരും. ഓക്കെ, സോ അതിന്റെ ഔട്ട്പുട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ജെനറിന്റെ ഔട്ട്പുട്ട് റെഗുലേറ്റ് ചെയ്ത ഔട്ട്പുട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന R എന്ന് പറയുന്നത് ലോഡാണ്. ഓക്കെ, എനി വേരിയബിൾ ലോഡ് ആകാം. Voltage regulator. It maintains a constant output DC voltage irrespective of the variations in load current at the output. Okay, so ഇത്രയാണ് ആ ബ്ലോക്ക് ഡയഗ്രത്തിലെ ഡിഫറെന്റ് കോമ്പണൻസ്. ഓക്കെ, അത് ഈച്ച് ആൻഡ് എവരി വൺ ജസ്റ്റ് പോയിന്റുകളൊക്കെ നോക്കുക. ആ ബ്ലോക്ക് ഡയഗ്രാം ചോദിച്ചതെങ്കിൽ എന്ത് ചെയ്യാൻ, ബ്ലോക്ക് ഡയഗ്രാം നീറ്റ് ആയിട്ട് വരയ്ക്കുക വിത്ത് വേവ് ഫോംസ്. ഓക്കെ, ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള വേവ് ഫോംസ് ഒക്കെ വരയ്ക്കുക. ദെൻ ഈച്ച് ടേംസ് ട്രാൻസ്ഫോമർ എടുത്ത് എഴുതുക, റെക്ടിഫയർ എഴുതുക. പിന്നെ നിങ്ങളുടെ മാർക്ക് നോക്കി ആൻസർ ചെയ്യുക. ചെറിയ മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ പോയിന്റ് മാത്രം എഴുതാൻ മതിയാകും. ജസ്റ്റ് എന്താണത്, ഓക്കെ, മെയിൻ പേർപ്പസ് എന്താണ്. ഇനി കുറച്ച് കൂടുതൽ മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഓരോ പോയിന്റ്സ് ആക്കി 1 by 1 ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് വി ക്യാൻ ഗോ ഫോർ റെക്ടിഫയർ സെക്ഷൻ. ഓക്കെ, അപ്പം ഫസ്റ്റ് ട്രാൻസ്ഫോമർ ആയിരുന്നു ഫസ്റ്റ് ബ്ലോക്ക്, അല്ലെങ്കിൽ ഫസ്റ്റ് കോമ്പണന്റ് ട്രാൻസ്ഫോമർ ആയിരുന്നു. ബട്ട് അത് നമുക്ക് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല. ഓക്കെ, നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്കൻഡ് കോമ്പണന്റ് തൊട്ടാണ്, റെക്ടിഫയർ അല്ലേ. നമ്മുടെ റെഗുലേറ്റഡ് DC പവർ സപ്ലൈയുടെ സെക്കൻഡ് ബ്ലോക്ക് ആയിട്ട് വരുന്നത് എന്തായിരുന്നു, റെക്ടിഫയർ ആണ്. ഓക്കെ, അപ്പോൾ റെക്ടിഫയർ ഈസ് ദാറ്റ് സർക്യൂട്ട് വിച്ച് കൺവേർട്ട് AC to DC. തേർഡ് മൊഡ്യൂൾ ഈ സീരീസ് എക്സാമിന് ഇല്ല. നിങ്ങൾക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾസ് ആണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇൻ ദ സെൻസ് ഇലക്ട്രിക്കൽ മൊഡ്യൂൾ, ദാറ്റ് ഈസ് ഫോർത്ത് മൊഡ്യൂളും ഫസ്റ്റ് മൊഡ്യൂളാണ് നിങ്ങൾക്ക് സീരീസ് എക്സാമിനുള്ളത്. ഓക്കെ, ഇലക്ട്രോണിക്സിലെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്തത് ഫോർത്ത് മൊഡ്യൂൾ, ഫസ്റ്റ് മൊഡ്യൂൾ ദാറ്റ് ഈസ് സിലബസിൽ തന്നെ ഫസ്റ്റ് മൊഡ്യൂൾ. ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഫോർത്ത് മൊഡ്യൂളും ഫസ്റ്റ് മൊഡ്യൂളും ആണ് എക്സാമിനുള്ളത്. നിഹാരിക ക്ലിയർ അല്ലേ? Yes, ma'am. Okay. So നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെക്ടിഫയർ ആണ്. അപ്പോൾ റെക്ടിഫയർ ഈസ് ദാറ്റ് സർക്യൂട്ട് വിച്ച് കൺവേർട്ട് DC. ഓക്കെ, process of conversion is called what, rectification. Okay, AC to DC conversion ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ rectification എന്ന് പറയുന്നത്. Okay, and the following two types of rectifier circuit can be used. They are half wave rectifier and full wave rectifier. Okay, the rectifiers two types ഉണ്ട്, half wave rectifier ഉം full wave rectifier. Okay, so the rectifier എന്ന് പറയുന്നത് എന്താണ്, it is a device used to convert AC to DC and the process is called a rectification, and mainly there are two types of rectifier. They are half wave rectifier and full wave rectifier. Okay, so in our syllabus we can we want to study only full wave rectifier. ഓക്കെ, ഹാഫ് വേവ് റെക്ടിഫയർ ജസ്റ്റ് നോക്കുക, അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരും. ബട്ട് നമ്മുടെ സിലബസിൽ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ half wave rectifier. Okay, half wave rectifier, the process of removing one half the input signal to establish a DC level is called half wave rectifier. Okay, the half wave rectifier, ഈ rectifiers means rectifiers എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമുക്ക് ഡയോഡ് അറിയാലോ,
നമ്മൾ പഠിച്ചതാണല്ലേ, ഇലക്ട്രോണിക്സിൽ പഠിച്ചതാണ് വാട്ട് ഈസ് ഡയോഡ് ആൻഡ് വാട്ട് ഈസ് ഫോർവേഡ് ബയസിംഗ് റിവേഴ്സ് ബയസിംഗ് ഓഫ് ഡയോഡ്. ഡയോഡ്സ് ബയസിംഗും റിവേഴ്സ് ബയസിംഗും ആക്കിയിട്ടാണ് റെക്ടിഫയേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡയോഡ് എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുക? ഡയോഡ് ഫോർവേഡ് ബയസിംഗിലാണോ കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ റിവേഴ്സ് ബയസിംഗിലാണോ കണ്ടക്ട് ചെയ്യുക? എപ്പോഴാണ് ഡയോഡ് കണ്ടക്ട് ചെയ്യുക? കണ്ടക്ട് ചെയ്യുക മീൻസ് ഇതിൽ കൂടെ കറന്റ് ഫ്ലോ ഉണ്ടാവുക ഡ്യൂറിങ് ഓർ ബയസിംഗ്. യെസ്, ഗുഡ്. ഡയോഡ് ഫോർവേഡ് ബയസിംഗ് ആണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കും, സോ അത് കണ്ടക്ട് ചെയ്യും. ഇനി റിവേഴ്സ് ബയസിംഗ് ആണെങ്കിൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയിരിക്കും, സോ അത് കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ ഇതിന്റെ ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് റെക്ടിഫയേഴ്സ് ഉള്ളത്. ഓക്കെ, അപ്പോൾ റെക്ടിഫയേഴ്സിൽ ഫസ്റ്റ് വൺ എന്താണ്? ഹാഫ് വേവ് റെക്ടിഫയർ ആണ് അല്ലേ. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർഡ് സർക്യൂട്ട് ഇങ്ങനെയാണ് വരിക. ഹാഫ് വേവ് റെക്ടിഫയറിൽ ഓൺലി വൺ ഡയോഡ് മാത്രമാണ് ഉണ്ടാകുക. ഇവിടെയാണ് നമ്മുടെ ലോഡ് വരുന്നത്. ഇൻപുട്ട് സൈഡിൽ എന്താണ്? ട്രാൻസ്ഫോമർ വരും. ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു 230 വോൾട്ട് ഇത്രയും കൊടുത്തു, ട്രാൻസ്ഫോമറിന് ഔട്ട്പുട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കിട്ടി. ഇനി സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കിട്ടി ഈ ഒരു വോൾട്ടേജ് എന്ത് ചെയ്യും? ഈ ഡയോഡിൽ കൂടെ ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്? ഇപ്പം നമ്മൾ ഇൻപുട്ടിലേക്ക് വരുന്നത് ഒരു ഓൾട്ടർനേറ്റ്ലി വേരിയിങ് ക്വാണ്ടിറ്റി ആണ്. ഇതിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ നമ്മൾ ഈ ഒരു ടെർമിനൽ എ എടുക്കുക, ഈ ഒരു ടെർമിനൽ ബി. ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദി ഇൻപുട്ട് സപ്ലൈ, ഇൻപുട്ട് വി ഇന്നിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ടെർമിനൽ എ ഈസ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബി. ഓക്കെ, ടെർമിനൽ എ പോസിറ്റീവും ബി നെഗറ്റീവും ആയിരിക്കും ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സപ്ലൈ. ഈ ഒരു കണ്ടീഷനിൽ is the diode is forward biased or reverse biased? പറഞ്ഞേ, forward or reverse biased ആണോ? You just look at the picture here. എന്താണ്? During positive half cycle of input supply, the terminal A is get positive with respect to B. Okay, A positive and B negative ആണ്. Okay, അപ്പോൾ ആ കണക്ഷൻ നോക്കൂ. ഈ ഡയോഡിന് എവിടെയാണ് ഡയോഡിന്റെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പൊളാരിറ്റി വരുന്നതെങ്കിൽ ഇത് ഫോർവേഡ് ആണോ റിവേഴ്സ്ഡ് ആണോ? ബയസിംഗ് ആണ് ഇപ്പോൾ പറയുന്നത്. Yes, good. Forward biased, അല്ലേ? Because P or is connected to positive and negative is connected to negative, അല്ലേ? ഇതുപോലെയാണെങ്കിൽ this is forward biased. Forward biased ആണെങ്കിൽ ഇതിൽ കൂടെ കറണ്ട് കണ്ടക്ട് ചെയ്യും. So this is R resistor. നെക്രോസ് എടുക്കുന്ന വോൾട്ടേജ് ആണ് വി ഔട്ട്. ഓക്കെ, വി ഔട്ട് വോൾട്ട്, വി ഔട്ട് എഴുതിയാൽ മതി. സോ ഇൻപുട്ട് വോൾട്ടേജ് വി ഇൻ കൊടുത്തു. എന്താണ് കൊടുത്തിരിക്കുന്നത്? ഒരു എ സി ക്വാണ്ടിറ്റി ആണ്. സോ ഡ്യൂറിംഗ് ദ പോസിറ്റീവ് സൈക്കിൾ ഓഫ് ദി എ സി സപ്ലൈ, ടെർമിനൽ എ okay is positive with respect to B. So the diode D1, okay, let's take the diode as D1. Diode D1 is forward biased, so it conducts. So the current flows through the okay, കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ എന്തായാലും അതിനൊക്കെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, സോ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കുക, ഇൻപുട്ടിൽ എന്താണോ വന്നത് അതിന് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ദിസ് ഇസ് ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഡ്യൂറിംഗ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഓക്കെ ശ്രദ്ധിക്കുക, ദ ടെർമിനൽ എ ഈസ് നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബി. ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് വരുന്നതെങ്കിൽ ഈ ടെർമിനൽ എ നെഗറ്റീവും ബി പോസിറ്റീവും ആകും. സോ ആ ഒരു കേസിൽ ഈ ഡയോഡ് D1 ഫോർവേഡ് ആണോ റിവേഴ്സ്ഡ് ആണോ? ഓക്കെ, ഫോർവേഡ് ബയസ്ഡ് ആണോ റിവേഴ്സ് ബയസ്ഡ് ആണോ?
നോക്കൂ ഇവിടെ നെഗറ്റീവായി നേരെ പൊളാരിറ്റി ഇന്റർചേഞ്ച് ചെയ്തു അല്ലേ. Diode in the positive now connected to the negative. Okay, diode in negative now connected to the positive. So the diode is reverse biased. Reverse biased ആണെങ്കിൽ diode does not conduct. Okay, അതെന്താണ് ഒരു ഓപ്പൺ സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും, അത് കണ്ടക്ട് ചെയ്യില്ല. സോ ദർ വിൽ നോട്ട് കറന്റ് ഫ്ലോ ത്രൂ ദ ലോഡ് റെസിസ്റ്റർ RL. RL കൂടെ കറന്റ് ഫ്ലോ ഉണ്ടാവില്ല. അതിൽ കൂടെ കറന്റ് ഫ്ലോ ഇല്ലെങ്കിൽ there is no voltage across RL. Okay, so during negative half cycle there is no voltage. So അവിടെ എന്തായിരിക്കും? സീറോ ആയിരിക്കും. Okay, this 0 to t വരെ ആണെങ്കിൽ this is 0 to t. And during the next positive cycle, cycle positive half cycle വരുന്ന സമയത്ത് again diode forward biased, so it conducts, so output voltage is obtained. So ഇതുപോലെ output voltage വരും, but negative half cycle 0 ആകും. And again positive half cycle ഇതുപോലെ conduct ചെയ്യും, negative half cycle 0 ആകും. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. സോ എന്താണ്? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രം നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് ആണ് അല്ലേ, യൂണി ഡയറക്ഷനിലാണ്, ബട്ട് എന്താണ്? പൾസേറ്റിംഗ് ഡി. അതുപോലെ ഫുൾ വേവ് ആണോ? അല്ല, ഹാഫ് വേവ് ആണ്. സോ ദിസ് ഇസ് എ ഹാഫ് വേവ് റെക്ടിഫയർ. ഓക്കെ, സോ ദിസ് ഇസ് എ സർക്യൂട്ട് ഫോർ എ ഹാഫ് വേവ് റെക്ടിഫയർ വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് ഓൺലി വൺ ഡയോഡ്. ഓക്കെ, സോ അത് ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഫോർവേഡ് ബയസിങ് ആയിരിക്കും, ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അത് റിവേഴ്സ് ബയസിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയർ. Okay, so in half wave rectification, the rectifier conducts current during positive half cycle of input AC cycle only. During positive half cycle മാത്രമേ current conduct ചെയ്യുന്നുള്ളൂ. During negative half cycle is suppressed or clipped. Negative half cycle of the input supply is suppressed or clipped. കണ്ടോ, ഇത് suppress ചെയ്ത പോലെയാണ് അല്ലെങ്കിൽ ക്ലിപ്പ് ചെയ്ത പോലെയാണ്. ഓക്കെ, അത് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഓക്കെ. നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ഇല്ലേ? വൺ സെക്കൻഡ്. ഹലോ, ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ സൗണ്ട് ഉണ്ടോ? ഹലോ, യെസ്. ഓക്കെ, സോ നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞ സർക്യൂട്ടാണിത്. ഓക്കെ, ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത സർക്യൂട്ടാണിത്. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഹാഫ് വേവ് റെക്ടിഫയറിൽ ദർ ഈസ് ഓൺലി വൺ ഡയോഡ്. ഓക്കെ, സോ നമുക്ക് അതിനെ D1 കൺസിഡർ ചെയ്യാം, D1 ഡയോഡ്. ആൻഡ് ഇൻപുട്ട് സൈഡിൽ എന്താണ്? ഒരു റെക്ടിഫയർ ഉണ്ട്. റെക്ടിഫയറിലേക്ക് ഇതാ നമുക്ക് കാണാൻ പറ്റും, ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട് നോക്കിയാൽ മനസ്സിലാവും, ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താണ്? അത് 0 ആണ്. ഓക്കെ, ഇവിടെ നോക്കൂ, ഇൻപുട്ടിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രം നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, നെഗറ്റീവിൽ എന്താണ്? അത് 0 ആണ്. ഓക്കെ, ഇതാണ് ഒരു സിമ്പിൾ സർക്യൂട്ട്. സോ ആ ഒരു ടേംസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. ആസ് ഡയോഡ്സ് കണ്ടക്ട് കറണ്ട് ഇൻ വൺ ഡയറക്ഷൻ ആൻഡ് ബ്ലോക്സ് ഇൻ അതർ. ഓക്കെ, ഡയോഡിന്റെ ഫീച്ചർ ആണ് ഞാൻ പറഞ്ഞത് അല്ലേ. അത് ഒരു ഡയറക്ഷനിൽ കറണ്ട് കണ്ടക്ട് ചെയ്യും, അതർ ഡയറക്ഷനിൽ അത് ബ്ലോക്ക് ചെയ്യും. എപ്പോഴാണോ അത് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കുന്നത് അപ്പോഴും കറണ്ട് കണ്ടക്ട് ചെയ്യും, റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ കറണ്ട് കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ, വെൻ കണക്റ്റഡ് വിത്ത് AC വോൾട്ടേജ്, ഡയോഡ് ഓൺലി അലൗസ് ഹാഫ് സൈക്കിൾ പാസിംഗ് ത്രൂ ഇറ്റ് ആൻഡ് ഹാൻസ് കൺവേർട്ട് AC ഇൻടു DC. ഓക്കെ, അപ്പൊ അതൊരു AC വോൾട്ടേജിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം അത് ഔട്ട്പുട്ടിലേക്ക് വോൾട്ടേജ് വരും, അതിന് നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ അത് ബ്ലോക്ക് ചെയ്ത് വെക്കും. ഓക്കെ, സോ നമുക്ക് പോസിറ്റീവ് പീക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് വേവ് ഫോം വരുന്നതെങ്കിൽ എന്താണ്? യൂണി ഡയറക്ഷൻ ആണ്, അതെന്താണ്? ഡയറക്റ്റ് കറണ്ട് ആണ്. ഓക്കെ, so as the half of the wave get rectified, the process called half wave rectification. Okay, here half of the wave get rectified, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ റെക്ടിഫൈ ചെയ്യുന്നുള്ളൂ. സോ ദ പ്രോസസ് ഈസ് കോൾഡ് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സർക്യൂട്ട് കാണാൻ പറ്റും. During positive half cycle, diode is forward biased, so we will get output. During negative half cycle, the diode is reverse biased. നോക്കൂ, നെഗറ്റീവ് P-ന്റെ അടുത്ത് നെഗറ്റീവും N-ന്റെ അടുത്ത് പോസിറ്റീവ് ആണ്, so reverse biased ആണ്, so it does not conduct, so there is no current flows through RL, so there is no voltage is developed across RL. Okay, so this is half wave rectifier.
then അതിൽ 2-3 പോയിന്റ്സ് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. റിപ്പിൾ ഫാക്ടർ ഈസ് ക്വൈറ്റ് ഹൈ 1.21. While compared to full wave rectifier, ripple factor is quite high for half wave rectifier. Okay, then rectifier efficiency is very low, 40%, and total utilization factor is low, that is 0.21. The rectifier circuit is normally not used as a power rectifier circuit. Okay, അപ്പോൾ half wave rectifiers നമ്മൾ normally power circuits ഒന്നും യൂസ് ചെയ്യില്ല. പവർ സർക്യൂട്ട്സ് ഇൻ ദ സെൻസ് ഹൈ പവർ ആപ്ലിക്കേഷൻസിലൊന്നും നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയേഴ്സ് യൂസ് ചെയ്യില്ല. ഓക്കെ, ഇതൊക്കെയാണ് ഹാഫ് വേവ് റെക്ടിഫയർ. നിങ്ങൾ ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമ്മുടെ സിലബസിൽ ഇത് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ഹാഫ് വേവ് റെക്ടിഫയർ എന്താണ്, അതിലെങ്ങനെയാണ് വർക്കിംഗ് വരുന്നത്, ആ സർക്യൂട്ട് എങ്ങനെയാണ്, ആ റെക്ടിഫിക്കേഷൻ പ്രോസസ് എങ്ങനെയാണ്, ക്ലിയർ ആണോ? ഓക്കെ, പിന്നെ ഇതിൽ നിങ്ങൾ ഒരു പോയിന്റ് കൂടി കൺസിഡർ ചെയ്യേണ്ടത് ആ ഒരു വേവ് ഫോം ആണ്. ഓക്കെ, നമ്മളിപ്പോൾ വേവ് ഫോം വെച്ച് എന്തായാലും ഈ ഒരു 5th മൊഡ്യൂളിൽ നിങ്ങളോട് ബ്ലോക്ക് ഡയഗ്രാംസോ അല്ലെങ്കിൽ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലനേഷൻ ഓഫ് എനി ടേംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടേം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ യു മസ്റ്റ് ഡ്രോ ദ സർക്യൂട്ട് ആൻഡ് വേവ് ഫോംസ്. ഓക്കെ, ഇതിൽ സർക്യൂട്ട്സ് ഉണ്ടെങ്കിൽ സർക്യൂട്ട് മസ്റ്റ് ആയിട്ട് ഡ്രോ ചെയ്യുക, ബ്ലോക്ക് ഡയഗ്രാം മസ്റ്റ് ആയിട്ട് ഡ്രോ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ബ്ലോക്ക് ഡയഗ്രാം വെറുതെ എഴുതിയാൽ പോരാ, അത് ബ്ലോക്സ് ആക്കി തന്നെ കാണിക്കുക, അതിന്റെ എറോ മാർക്ക് കിട്ടന്നെ കാണിക്കുക. പിന്നെ വേവ് ഫോംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് വരക്കുക, ഓരോന്നിനും സ്പെസിഫിക് മാർക്ക് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നീറ്റായിട്ട് എഴുതിയാൽ മാത്രം പോരാ, അതിന്റെ വേവ് ഫോംസും സർക്യൂട്ട് ഡയഗ്രം ഒക്കെ മസ്റ്റ് ആയിട്ട് വരക്കുക, അപ്പോഴേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഇതിന്റെ വേവ് ഫോം പറയുകയാണെങ്കിൽ ഇങ്ങനെ വരക്കാം. ദിസ് ഇസ് എന്താണ്, ഇൻപുട്ട് വോൾട്ടേജ് വി ഇൻ. ഓക്കെ, അപ്പം റെക്ടിഫൈഡ് ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെ വരക്കാം? റെക്ടിഫയർ ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമാണ് ഔട്ട്പുട്ടിൽ ഉണ്ടാകുക, ഇതുപോലെയാണ് ഉണ്ടാകുക. ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടാവില്ല. ദിസ് ഇസ് വി ഔട്ട്. ഇതെന്താണ്, എ സി ആണ്, ഇതെന്താണ്, ഡി സി ആണ്. ഓക്കെ, നെക്സ്റ്റ് we have to discuss full wave rectifier. Okay, what is full wave rectifier? A full wave rectifier allows unidirectional current through the load during the entire 360 degree of input cycle. Okay, അപ്പോൾ യൂണിഡയറക്ഷണൽ കറണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. ഓക്കെ, ഫുൾ വേവ് ആണെങ്കിൽ. ഓക്കെ, അപ്പം ഫുൾ വേവ് ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ്, ഇതുപോലെയാണ് ഉണ്ടാവുക ഫുൾ വേവ് ആണെങ്കിൽ. ഓക്കെ, ഇത് ഫുൾ വേവ്. ഹാഫ് വേവ് ആണെങ്കിൽ എങ്ങനെയായിരുന്നു നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാവുക? ഇതുപോലെയാണ് അല്ലേ. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ കിട്ടുള്ളൂ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ക്ലിപ്പ് ചെയ്ത് പോകും, 0 ആയിരിക്കും. ദിസ് ഈസ് ഹാഫ് വേവ്. ഓക്കെ, അപ്പം ഫുൾ വേവ് റെക്ടിഫയർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പൾസേറ്റിംഗ് DC ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് നമ്മുടെ ഈ സിലബസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ഫുൾ വേവ് റെക്ടിഫയേഴ്സ് തന്നെ ഉണ്ട് 2 types. ഓക്കെ, ഇപ്പം മേജർ ആയിട്ട് റെക്ടിഫയേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ 2. ദേ ആർ ഹാഫ് വേവ് റെക്ടിഫയർ ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ. ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ ഇസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ 2 types. ദേ ആർ സെന്റർ ടാപ്ഡ് റെക്ടിഫയർ ആൻഡ് ഫുൾ ബ്രിഡ്ജ് റെക്ടിഫയർ. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഫുൾ വേവ് റെക്ടിഫയേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ 2. They are 1, center tapped rectifier, and second one full wave bridge rectifier. Okay, first one full wave center tapped rectifier, second one full wave bridge rectifier. Okay, center tapped rectifier lo നമ്മൾ യൂസ് ചെയ്യുക 2 diodes ആണ് യൂസ് ചെയ്യുക. ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ നമ്മൾ 4 diodes യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറെ പഠിക്കാനുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിന്റെ വേവ് ഫോം എങ്ങനെയാണ്, ആ കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, സോ the full wave bridge rectifier uses 4 diodes. They are connected across the entire secondary. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് കണക്ഷൻ വരുന്നത്. അപ്പൊ ഇതിൽ ഈ
ആ 4 ഡയോഡ്സിന്റെ കണക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു കണക്ഷനാണ് അതിൻ്റെ ഒരു വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് നീറ്റായിട്ട് കണക്ഷൻ വരക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആ ഒരു വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എങ്ങനെ കണക്ഷൻ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ശ്രദ്ധിക്കുക. ഇനിയിപ്പം നമ്മുടെ എ സി ഇൻപുട്ട് വരുന്നു. ഓക്കെ, എ സി ഇൻപുട്ട് വരുന്നു, അത് റെക്ടിഫയറിലേക്ക് കൊടുക്കുന്നു. സോറി, ബിഫോർ ദാറ്റ് എന്ത് ചെയ്യണം, നമ്മൾ ഒരു ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുന്നു. ഈ ട്രാൻസ്ഫോമറുടെ ഔട്ട്പുട്ടാണ് നമ്മൾ റെക്ടിഫയറിലേക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ റെക്ടിഫയറിലേക്ക് കൊടുക്കുമ്പോൾ റെക്ടിഫയറിൽ ഞാൻ പറഞ്ഞു ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൽ ദർ ആർ 4 ഡയോഡ്സ്. ഓക്കെ, അപ്പോൾ ആ 4 ഡയോഡ്സ് ഇതുപോലെ ഡയഗണലി ആണ് നമ്മൾ പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ ഡയഗണലി ആണ് പ്ലേസ് ചെയ്യുക. അപ്പം കണക്ഷൻ ഒന്ന് ശ്രദ്ധിക്കുക, എങ്ങനെയാണ് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എവിടെയാണ് വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതുപോലെയാണ് കൊടുക്കുന്നത്. ആൻഡ് ഔട്ട്പുട്ട് എങ്ങനെ എടുക്കും? ഔട്ട്പുട്ട് നമുക്ക് ഈ 2 ടെർമിനലിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക. ദിസ് ഈസ് RL. ഇത് ക്ലിയർ ആണോ? ആ ഫിഗർ ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ 2 ഡയോഡ്സ് നമുക്കിപ്പം 1 2 3 4 അറ്റ് എ ടൈം 1 and 2 ആണ് ഒന്നിച്ച് വർക്ക് ചെയ്യുക, ആൻഡ് 3 and 4 അതാണ് ഒന്നിച്ച് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ കണക്ഷൻ ഒന്ന് നിങ്ങൾ നീറ്റായിട്ട് ശ്രദ്ധിക്കുക, എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒന്നുകിൽ നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു പോസിബിലിറ്റി കൂടിയുണ്ട്. ഇവിടെ നമുക്ക് ട്രാൻസ്ഫോമർ ഉണ്ട്. നെക്സ്റ്റ് ഇവിടെ നമ്മൾ റെക്ടിഫയർ ആണ് വരേണ്ടത്. റെക്ടിഫയർ നേരത്തെ വരച്ച പോലെ ഇതേ രീതിയിൽ ഡയോഡ്സ് കണക്ട് ചെയ്യാം. ഇതേ രീതിയിൽ ഡയോഡ്സ് കണക്ട് ചെയ്യുക. ഇൻപുട്ട് ഇതുപോലെ ഈ ജംഗ്ഷനിൽ കൊടുക്കുക, ഔട്ട്പുട്ട് ഈ ജംഗ്ഷനിൽ നിന്ന് എടുക്കുക. ഓക്കെ, ഈ സർക്യൂട്ടും സിമിലർ ആണ്. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾക്ക് വരക്കാം. ഇവിടെ എന്താണ്, ഇവിടെ വി എന്ന് വരും. ഈ സർക്യൂട്ടും സിമിലർ ആണ്. നിങ്ങൾക്ക് രണ്ടും ഏത് രീതിയിലും വേണമെങ്കിലും വരക്കാം. ഓക്കെ, ബട്ട് ആ ഒരു ചേഞ്ച് നിങ്ങൾ മീൻസ് സിമിലർ ആണെന്നുള്ളത് മനസ്സിലാക്കണം, ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കണം. കാരണം എടുത്തിരിക്കുന്ന പോയിന്റുകൾ കറക്റ്റ് ആണ്. ഈ പോയിന്റ് ഇപ്പം ഞാൻ 1 മാർക്ക് ചെയ്തു, ഇത് 2 മാർക്ക് ചെയ്താൽ അതിന് അക്രോസ് ആണ് RL എടുക്കുന്നത് അല്ലേ? ഇവിടെ നോക്കിയേ, 1നും 2നും അക്രോസ് ആണ് RL എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഡയോഡ്സ് കണക്ട് ചെയ്യുമ്പോൾ അപ്പറിലുള്ള 2 ഡയോഡ്സിന്റെ ഓപ്പോസിറ്റ് ടെർമിനൽസ് ഒരു എൻഡിൽ വരണം. ഓക്കെ, ഇപ്പൊ ഡയോഡ് 1ന്റെ നെഗറ്റീവും ഡയോഡ് 3ന്റെ പോസിറ്റീവും ആണ് ഒരു ടെർമിനൽ വന്നിരിക്കുന്നത്. ലോവറിലും അതുപോലെ തന്നെ എങ്ങനെ വേണം, രണ്ടിന്റെ ഓപ്പോസിറ്റ് പൊളാരിറ്റീസ് ഒരു ടെർമിനലിൽ വരണം. 4ന്റെ നെഗറ്റീവും 2ന്റെ പോസിറ്റീവ് ആണ് ഒരു ടെർമിനലിൽ വന്നിരിക്കുന്നത്, സിമിലർ പോയിന്റിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് അക്രോസ് ആണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക. അങ്ങനെ വരുന്ന കോമൺ പോയിന്റുകൾക്ക് അക്രോസ് ആണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് എങ്ങനെയായിരിക്കണം? 2 ഡയോഡുകളുടെ സെയിം പൊളാരിറ്റി കണക്ട് ചെയ്തിരിക്കുന്ന സിംഗിൾ പോയിന്റ്. ഇവിടെ നോക്കിയാൽ ഡയോഡ് 1ന്റെയും ഡയോഡ് 4ന്റെയും പോസിറ്റീവ് ടെർമിനൽസ് കണക്ട് ചെയ്തിരിക്കുന്ന സെയിം പോയിന്റ്. ഹിയർ നോക്കിയേ, ഡയോഡ് 3ന്റെയും ഡയോഡ് 2ന്റെയും നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്ന സെയിം പോയിന്റ്. അതിന് അക്രോസ് ആയിരിക്കണം നമ്മൾ എന്തെടുക്കേണ്ടത്, ലോഡ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇൻപുട്ട് എവിടെ കണക്ട് ചെയ്യണം, ഔട്ട്പുട്ട് ലോഡ് എവിടെ കണക്ട് ചെയ്യണം എന്നുള്ളത് ഈ ഒരു രീതിയിൽ ലോജിക്കൽ ഓർത്ത് വെക്കുക. ആ രീതിയിൽ നമുക്ക് ഇതിനെ വേറെ ഒരു കോമ്പിനേഷനിൽ വരക്കാം, പക്ഷെ ഈ ഒരു ലോജിക് ഓർത്ത് വെക്കുക. ഓക്കെ, ആ രീതിയിലാണ് കണക്ഷൻ എടുക്കുന്നത്. ഇത് നമുക്ക് മാറ്റിയിട്ടും വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതേ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് മാറ്റിയിട്ടും വരയ്ക്കാൻ പറ്റും. ബട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു തരത്തിൽ പഠിച്ചു വെക്കുക. ഇപ്പൊ ഈ ഒരു ഫിഗർ ആണെങ്കിൽ ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ആ ഡയോഡ്സിന്റെ കണക്ഷൻ മാറിയാൽ നിങ്ങളുടെ സർക്യൂട്ടും തെറ്റും, നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. ആ ഡയോഡിന്റെ കണക്ഷനിലാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. ആ കണക്ഷൻ ക്ലിയർ ആണോ? കണക്ഷൻ ക്ലിയർ ആണോ? ഒന്നും കൂടി പറയണോ? ഓക്കെ, സോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
ഓക്കെ, ഇപ്പോൾ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ എങ്ങനെ സർക്യൂട്ട് വരയ്ക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ഫസ്റ്റ് എന്ത് വരും? നമുക്ക് ഫസ്റ്റ് ഒരു ട്രാൻസ്ഫോമർ വരയ്ക്കണം. ഓക്കെ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വരച്ചു. ഇനി നമുക്ക് റെക്ടിഫയർ സർക്യൂട്ട് ആണ് വരേണ്ടത്. ഓക്കെ, റെക്ടിഫയർ സർക്യൂട്ട് ആണ് വരക്കേണ്ടത്. സോ റെക്ടിഫയർ സർക്യൂട്ട് നമ്മൾ എപ്പോഴും ഇതുപോലെ ഡയഗണൽ ആയിട്ടാണ് ബ്രിഡ്ജിന് വരക്കേണ്ടത്. 4 ഡയോഡ്സ് ഉണ്ട്, അതിങ്ങനെ ഒരു ഡയഗണൽ ഷേപ്പിലാണ് വരക്കേണ്ടത്. ഓക്കെ, ഇവിടെ 2 ഡയോഡ്സ് ഇതുപോലെ വരയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് 2 ഡയോഡ്സ് ഈ രീതിയിലും വരയ്ക്കുക. ഇത് ക്ലിയർ ആണോ? നമുക്കിപ്പോൾ നെയിമിംഗ് കൊടുക്കാം. ദിസ് ഇസ് ഡയോഡ് 1, 2, 3, 4. ഓക്കെ, ഇനി ഇവിടെ ഇൻപുട്ട് കണക്ട് ചെയ്യേണ്ടത്, ഇപ്പം ഈ ഒരു പോയിന്റ് നോക്കൂ, ഈ ഒരു പോയിന്റ്. ഓക്കെ, ഈ ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ഡയോഡ് 1ന്റെ പോസിറ്റീവ് ടെർമിനലും ഡയോഡ് 1ന്റെ നെഗറ്റീവ് ടെർമിനലും ഡയോഡ് 2 പോസിറ്റീവ് ടെർമിനലും കൂടി ജോയിൻ ചെയ്യുന്ന ഒരു സിംഗിൾ പോയിന്റിലാണ് ഇൻപുട്ടിന്റെ കണക്ഷൻ വരുന്നത്. ഓക്കെ, അതുപോലെ ഡയോഡ് 4ന്റെ നെഗറ്റീവ് ടെർമിനലും ഡയോഡ് 3യുടെ പോസിറ്റീവ് ടെർമിനലും ജോയിൻ ചെയ്യുന്ന ഒരു സിംഗിൾ പോയിന്റിലാണ് ഇൻപുട്ടിന്റെ അടുത്ത പോയിന്റ് വരുന്നത്, അല്ലെങ്കിൽ അടുത്ത കണക്ഷൻ വരുന്നത്. ഓക്കെ, ആ രീതിയിലാണ് ഇൻപുട്ട് കണക്ട് ചെയ്യുന്നത്. ഇനി ഔട്ട്പുട്ട് എങ്ങനെയാണ് എടുക്കുന്നത്? ഔട്ട്പുട്ട് എടുക്കുന്നത് നോക്കിയേ, ഡയോഡ് 1ന്റെയും 4ന്റെയും 2 പോസിറ്റീവ് ടെർമിനൽസും ജോയിൻ ചെയ്യുന്ന ആ സിംഗിൾ പോയിന്റിനും ഡയോഡ് 2ന്റെയും 3ന്റെയും 2ന്റെയും നെഗറ്റീവ് ടെർമിനൽ ജോയിൻ ചെയ്യുന്ന ആ സിംഗിൾ പോയിന്റിനും അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്, ഔട്ട്പുട്ട് RL എടുക്കുന്നത്. ഒരു കണക്ഷൻ നോക്കിയാണോ? ആ ഡയോഡ്സ് പ്ലേസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ പ്ലേസ് ചെയ്താൽ മതി. ഈ രീതിയിൽ പ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. കണക്ട് ചെയ്യാം, ബട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു തരത്തിൽ പഠിച്ചു വെച്ചാൽ മതി. ഈ രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പോൾ നോക്കിയേ, ഒരു ഡയോഡിന്റെ പോസിറ്റീവും ഒന്നിന്റെ നെഗറ്റീവും വരുന്ന കോമൺ പോയിന്റ് ഇത്, ഒന്നിന്റെ പോസിറ്റീവ് നെഗറ്റീവും വരുന്ന കോമൺ പോയിന്റ് ഇത്. ഇതിന് അക്രോസ് ഇൻപുട്ട് എടുക്കും, ഇതിന് അക്രോസ് ഔട്ട്പുട്ട് എടുക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു തരത്തിൽ പഠിച്ചു വെച്ചാൽ മതി. ഈ സർക്യൂട്ട് ക്ലിയർ ആണോ? യെസ്, അപ്പൊ ആ ഒരു കണക്ഷൻ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, അതേ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അത് കണക്ഷൻ ക്ലിയർ ആണെങ്കിൽ നമുക്ക് അതിന്റെ വർക്കിംഗ് നോക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ വർക്കിങ്ങും അതിന്റെ വേവ് ഫോമും ഒക്കെ വേവ് ഫോം ഫീച്ചേഴ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓക്കെ, എന്നാൽ നിങ്ങൾ അറ്റൻഡൻസ് തന്നോളൂ. റോൾ നമ്പർ 1. റോൾ നമ്പർ 1. നെഗറ്റീവ് അല്ലേ?